ഞങ്ങൾക്കൊപ്പം ഇവിടെ ഇരിക്കേണ്ട ഒരാളായിരുന്നു എം വി നികേഷ് കുമാർ. എം വി നികേഷ് കുമാർ ഇല്ലാതെ ഈ വാർഷികാഘോഷം പൂർണ്ണമാവില്ല. വാർത്തയുടെ ലോകത്തെ നീണ്ട യാത്രയ്ക്ക് ഒരു ഇടവേള നൽകിയ നികേഷ് കുമാർ റിപ്പോർട്ടറിൻ്റെ പടിയിറങ്ങിയ ശേഷമുള്ള ആദ്യ വാർഷികമാണ്. നികേഷ് കുമാറിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമാണ് ഈ റിപ്പോർട്ടർ TV. ഒരു റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താവുന്നതിലും അധികം വലുതാണ് ആ വാർത്താ ജീവിതം. സമൂഹത്തിന് വേണ്ടി പൂർണ്ണമായും ഒരു ടെലിവിഷൻ ചാനൽ അതിൻ്റെ പ്രവർത്തനം ഒഴിഞ്ഞുവെക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയാറില്ലേ, ഒരു ആക്ടിവിസ്റ്റ് ചാനൽ എന്നുള്ളതിൽ. ആ ആക്ടിവിസ്റ്റ് ചാനൽ എന്നുള്ള നിലയിൽ സമൂഹത്തോടൊപ്പം നമ്മൾ സെൽഫ്ലെസ്സായി പൂർണ്ണമായും നിങ്ങൾ ആളുകൾക്കൊപ്പം ഉണ്ടാവും, സാധാരണക്കാർക്കൊപ്പം ഉണ്ടാവും, അടിസ്ഥാന വർഗത്തിനോടൊപ്പം ഉണ്ടാവും. റിപ്പോർട്ടർ ഒരു സ്വപ്ന യാഥാർത്ഥ്യമാണ്. മാധ്യമപ്രവർത്തകരുടെ വാർത്താ ചാനൽ, മലയാളികളുടെ സ്വന്തം. ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കാൻ റിപ്പോർട്ടർ ഇന്ന് സ്വയം പര്യാപ്തരാണ്. ആ ചാരിതാർത്ഥ്യത്തിൽ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ നിറഞ്ഞ ചിരിയോടെ പ്രഖ്യാപിച്ചു, ഇതാണ് ഉചിതമായ സമയം. റിപ്പോർട്ടർ TV യിൽ ഇറങ്ങുന്നതിനെ സാങ്കേതികമായി ഇറങ്ങുന്നു എന്നേ പറയുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു വാർത്താ ചാനലിൻ്റെ ഒരു ഔദ്യോഗിക ഭാരവാഹിത്വം എന്ന് പറയുന്നത് ധാർമ്മികമായി പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ റിപ്പോർട്ടർ TV യിൽ നിന്ന് സാങ്കേതികമായി ഇറങ്ങുന്നത്. ഞാൻ എങ്ങനെയാണോ ഈ ടെലിവിഷൻ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചത്, അതേപോലെ തന്നെ നിങ്ങൾ ഈ ടെലിവിഷൻ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പൂർണ്ണ വിശ്വാസം. അങ്ങനെ ഒരു വാർത്താക്കാലം ഇടവേളയെടുത്തു. 3 പതിറ്റാണ്ടിന്റെ അനുഭവജ്ഞാനം ശിഷ്യർക്ക് പകർന്നു നൽകി. ദൃശ്യസംസ്കാരം ഉന്നതിയിലേക്കെന്ന പ്രതീക്ഷയിൽ. അനുകരണത്തിനപ്പുറം ആ മനുഷ്യൻ ആരായിരുന്നു? ബുദ്ധിമാന്ദ്യവും തളർച്ചയും പോലുള്ള പ്രശ്നങ്ങൾക്ക് ആദിവാസി വൈദ്യത്തിൽ നിന്ന് രൂപപ്പെടുത്തിയ LDF എല്ലാ മണ്ഡലങ്ങളിലും 17 മണ്ഡലങ്ങളിലും മുന്നിലാണ്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇനിയിപ്പോൾ ആലപ്പുഴ സമ്മേളനത്തോടുകൂടി പുതിയ നേതൃത്വവും വരാൻ പോവുകയാണ്. മുഴുവൻ സമയ വാർത്താ സംസ്കാരത്തിന്റെ കാരണഭൂതൻ. പരാധീനതകളിൽ പരാതികളില്ലാതെ വാർത്തയ്ക്കൊപ്പം നടന്നു തീർത്ത വഴികൾ. ആ പാത അത്ര അനായാസമായിരുന്നില്ല. നീതിക്കായി കലഹിച്ച ശബ്ദമുയർത്തിയ കാലം. ഭീഷണികൾ മറുചെവിയിലൂടെ കടന്നു പോകട്ടെ എന്ന് കരുതും. പ്രലോഭനങ്ങൾക്ക് അർഹിക്കുന്ന അവജ്ഞയാകും മറുപടി. ചങ്ങാത്തങ്ങൾ നഷ്ടമായേക്കാം, ശത്രുക്കൾ ഉയർന്നു വന്നേക്കാം. കൂസലില്ലാതെ അയാൾ വാർത്തായാത്ര തുടർന്നു. അങ്ങനെ ഒരു ഭീഷണിക്കൊന്നും നമ്മൾ മാത്രമാവേണ്ട കാര്യമൊന്നുമില്ല. അതിനൊന്നും കൂട്ടിയാൽ കൂടുന്ന ആളല്ല ദിലീപ് എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾ കുറെ കാലമായി കേസ് കൊടുത്ത് ഞങ്ങളെ എന്തോ കാണിച്ചു തരാന്ന് പറഞ്ഞ് നടക്കല്ലേ ഷിസാബു? എന്തായി ആയിക്കോട്ടെ എന്നല്ല, എന്തായി എന്ന് പറ ഷിസാബു. താങ്കളുമായി ബന്ധപ്പെട്ട ഒരു നിയമ നടപടിയുടെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അത് കാല് പിടിക്കൽ എന്നൊക്കെ സാബു പറയുന്നുണ്ടെങ്കിൽ സാബു അത് എന്നോട് കാണിക്കരുത്. ഒരു വാർത്ത എത്തിയാൽ അത് സ്ക്രീനിലേക്ക് പകർത്താൻ വല്ലാത്തൊരു തിടുക്കമാണ്. അത്രമേൽ ജീവനാണ് വാർത്തകൾ. സാങ്കേതിക വിദ്യകൾ മാറി മാറി വന്നു. പുതിയ ചാനലുകൾ എത്തി. അവരോടൊപ്പം ഓടിപ്പിടിച്ചു ആ ഒറ്റയാൾ പട്ടാളം. അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അറിവാണ് പ്രധാനം, നിലപാടുകളാണ് മുഖ്യം. വാർത്തയോടുള്ള അഭിനിവേശമാണ് ആധാരം. നിഷ്പക്ഷമല്ല. വാർത്തകളിൽ അയാൾക്ക് ഒരു പക്ഷമുണ്ട്, നേരിൻ്റെ പക്ഷം. നമ്മളൊരു ടെലിവിഷൻ ചാനൽ നടത്തുമ്പം ഉണ്ടാകുന്ന സമ്മർദ്ദം പോലെ വേറൊരു സമ്മർദ്ദം വേറെ ജീവിതത്തിൽ ഒരു മേഖലയിലും ഉണ്ടാവില്ല. നമ്മൾ ബിസിനസ്സിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്ക് ജേർണലിസം വരില്ല. ഇപ്പം നമുക്ക് ഒരു തിരിച്ചുവരവിനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസരം പൂർണ്ണമായി ഉപയോഗിക്കാം. പിന്നെന്താ, നമ്മൾ എരിഞ്ഞടങ്ങും എന്നുള്ളതല്ലേ ഉള്ളൂ. അങ്ങനെ എരിഞ്ഞടങ്ങുന്നുണ്ട്, അടങ്ങട്ടെ. MV നികേഷ് കുമാർ വരികളിൽ നിന്ന് ഇറങ്ങി നടക്കുന്നു. എന്നും എപ്പോഴും വേദനിക്കുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കുന്നതാണ് മാധ്യമപ്രവർത്തനം എന്ന ഓർമ്മപ്പെടുത്തലോടെ. ചരിത്രം ബാക്കിയാണ്. മലയാള ദൃശ്യവാർത്താ രംഗത്തെ പുതുചരിത്രം നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. ഉപാധികളില്ലാതെ വാർത്തയെ സ്നേഹിച്ചവന് ഉപാധികളില്ലാത്ത സ്നേഹം. ന്യൂസ് ഡെസ്ക്, റിപ്പോർട്ടർ.